ഹായ്. നന്നായിട്ടൊന്ന് പരസ്യം ചെയ്ത് ഒന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ തിയേറ്ററിൽ നല്ലൊരു ഭേദപ്പെട്ട സക്സസ് ആവേണ്ടിയിരുന്ന സിനിമയായിരുന്നു കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം. ടൈറ്റിൽ റോളിൽ വന്നിട്ടുള്ളത് സായ് കുമാറാണ്. ഭരതൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് പോലെ തന്നെ ഭരതൻ്റെ നാട്യമാണ്. സൈജു കുറുപ്പാണ് സിനിമയിലെ ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ പഴയ സിനിമയില്ലേ ലാലേട്ടൻ്റെ പടം. ഈ ബാലേട്ടൻ സിനിമയുടെ പ്ലോട്ടിനെ എടുത്തിട്ട് അതിൻ്റെ മെലോ ഡ്രാമ സെക്ഷൻ മൊത്തം മാറ്റി അതിനൊന്നുകൂടി ലൈറ്ററാക്കി തമാശയായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പടം കിട്ടും. വളരെ നൈസായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ, ചിരിച്ച് കാണാൻ വേണ്ടി പറ്റിയ 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു ചെറിയ പടമാണ്. പക്ഷേ ചിരിക്കുക മീൻസ് അങ്ങനെ വലിയ പൊട്ടിച്ചിരി അങ്ങനെയൊന്നുമല്ല. പക്ഷെ ബോറടിപ്പിക്കില്ല. നമ്മൾ ഈ പടം ചിരിപ്പിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ ഈ പടം നന്നായിട്ട് തന്നെ ചിരിപ്പിക്കും. ഇവരെ കൂടാതെ കലാരഞ്ജിനി, അതുപോലെ തന്നെ നമ്മുടെ അഭിറാം രാധാകൃഷ്ണൻ, പിന്നെ 2 ട്വിൻസ് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പ്രകടനം അടിപൊളിയായിരുന്നു. പിന്നെ ശ്രീജ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, പിന്നെ സോഹൻ സീനുലാൽ, ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഓരോ ആക്ടേഴ്സും ചെയ്തിട്ടുള്ളത്. നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കലാരഞ്ജിനിയും സായ്കുമാറും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കലാരഞ്ജിനി ഭരതൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്, അതായത് സൈജു കുറുപ്പിൻ്റെ അമ്മയായിട്ട്. സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടറും വളരെ രസകരമാണ്. ശശീന്ദ്രൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇയാൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണ, അതായത് ഈ അമ്പല കമ്മിറ്റിയിലും അതുപോലെ തന്നെ ബാലേട്ടൻ സിനിമയിലെ ബാലേട്ടനില്ല, അത് തന്നെയാണ് ഒരു വീട്ടിലെ മുതിർന്ന ആൺകുട്ടി, അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് ഭരതൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു എക്സ്ട്രാ അഫെയർ, ഒരു ഫാമിലി കൂടിയുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇയാൾ ഏകദേശം മരണപ്പെടും എന്നാകുന്ന സമയത്ത് ഇയാളുടെ മകനോട്, സൈജു കുറുപ്പിനോട് പറയുന്നതാണ്, മറ്റൊരു ഫാമിലി കൂടിയുണ്ട്, അവർ ശ്രീകണ്ഠപുരത്താണ് താമസം, അവരെ കൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സൈജു കുറുപ്പ് പോയിട്ട് ഇവരെ വിളിച്ചു കൊണ്ടിരുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്വിസ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളതും ആ കഥാപാത്രം ശശീന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം എടുക്കുന്നതും വളരെ രസകരമായിട്ടാണ്. സാധാരണ സിനിമകളിൽ വലിയ മെലോ ഡ്രാമ കളിച്ച് കണ്ണീരും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ട ഭാഗം വളരെ ലൈറ്ററായിട്ട് അടിപ്പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തമാശയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു കാലഘട്ടത്തിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഡയറക്ടർ ചെയ്തതാണ്. അത് വളരെ നൈസായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെ ഈ ഫാമിലി കൂടി വന്നതിന് ശേഷം, അതായത് ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു മകനുണ്ട്. ഈ പയ്യനും അതുപോലെ തന്നെ ഇവരുടെ ശശീന്ദ്രന്റെ ഫാമിലിയിലുള്ള ഒരു പയ്യനും കാണാൻ എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ അത് ആ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അവരുടെ മാനറിസങ്ങളൊക്കെ വളരെ നൈസായിരുന്നു. എനിക്ക് വളരെ അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ 2 ഫാമിലിയിലെയും മക്കൾ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്കും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. സാധാരണഗതിയിൽ മറ്റ് സിനിമകളിൽ, മലയാളത്തിൽ മുമ്പുള്ള സിനിമകളിലൊക്കെ ഇപ്പോൾ ഒരു എക്സ്ട്രാ അഫെയറിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു അകൽച്ച പോലെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിൽ 2 കഥാപാത്രങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ ട്വിൻസ് അഭിനയിച്ചിട്ടുണ്ടെന്ന്, ആ 2 കഥാപാത്രങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ ഇത് മറ്റൊരു രീതിയിൽ, വേറൊരു തലത്തിൽ, തമാശയായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കാണാനായിട്ട് ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് മോശമായി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഈ സായ് കുമാർ അവതരിപ്പിക്കുന്ന ഭരതൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ സെക്കൻഡ് വൈഫ്, അവരുടെ ശ്രീജ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് അഭിനയിച്ചിട്ടുള്ളത്. അവർക്ക് ഡബ് ചെയ്തിട്ടുള്ളത് വളരെ യങ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പണ്ടത്തെ സിനിമയിലൊക്കെ ഈ ലക്ഷ്മി റായി, അതുപോലെ തന്നെ റോമ, അനന്യ, ഇവർക്കൊക്കെ ഡബ് ചെയ്യുന്ന ആ ഒരു ടോൺ ഉണ്ടല്ലോ, ഏകദേശം അതേപോലത്തെ ഒരു ടോണാണ്. അപ്പോൾ ഈ ടോണും ഇവരുടെ ബോഡി ലാംഗ്വേജും തമ്മിൽ തീരെ സിങ്ക് ആവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു തെയ്യം കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മലബാറിലത്തെ തെയ്യത്തിനെ ഈ മധ്യ തിരുവിതാംകൂറിൽ കൊണ്ടുപോയി വെച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നമ്മൾ ഈ മലബാർ ഏരിയയിൽ ഉള്ള ആളാണ്. അപ്പോൾ നമുക്ക് അത്ര ഒരു ജെന്യൂൻ ആയിട്ട് അത് ഫീൽ ചെയ്തില്ല. എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ അവിടെ ഉള്ളതുപോലെ തോന്നി. പിന്നെ തമാശയും കാര്യങ്ങളൊക്കെ, വെർബലായിട്ടുള്ള തമാശകളൊക്കെ നൈസായിരുന്നു. പിന്നെ ഈ ഡബിൾ മീനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഫാമിലി ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റിയ നൈസായിട്ടുള്ളൊരു പടമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പടത്തിൻ്റെ BGM അതുപോലെ തന്നെ പാട്ടൊക്കെ സിനിമയുടെ കഥയായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. രസമാണ് കണ്ടിരിക്കാനായിട്ട്. പിന്നെ മറ്റുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ വളരെ നൈസായിരുന്നു. സിനിമയിൽ നന്ദു അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഈ സ്ഥിരം സിനിമകളിലെല്ലാം വഴിയാത്രക്കാരനായിട്ടെല്ലാം അഭിനയിക്കുന്ന ആളില്ലേ, വെട്ടം സിനിമയിൽ നമസ്കാരം പറയുന്നത്, അയാൾക്ക് നല്ലൊരു റോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള റോളാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നി ഈ സിനിമ കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി പറ്റിയ, അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പടമായിരുന്നു ഇത്. വളരെ പഴയൊരു ടോപ്പിക്കാണ്, പക്ഷേ അതിന് പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ ഡയറക്ടർ, ഒരു റൈറ്റർ എന്ന നിലയിലും ഡയറക്ടർ എന്ന നിലയിലും അയാൾ സക്സസ് ആയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അതായത് ഈ സാധനം വർക്കായിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങനെ
ഡ്രാമയായി പോയിട്ടൊന്നുമില്ല, കൊള്ളാം. അവർ പുതിയൊരു അറ്റംപ്റ്റ് നടത്തി, അത് സെറ്റായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു OTT-ൽ വന്നതിന് ശേഷമാണ് ഈ സിനിമ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിയത്. ഇപ്പോൾ OTT-ൽ എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. ഞാനും ഒരു ട്രോൾ കണ്ടിട്ടാണ് ഈ പടം കാണാൻ തീരുമാനിച്ചത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിയേറ്ററിൽ കാണാമായിരുന്നൊക്കെ തോന്നിപ്പോയി. നൈസായിട്ടുള്ളൊരു പടമാണ്. ഈ പടം ചിരിപ്പിക്കും, 100% ചിരിപ്പിക്കുന്നു. കണ്ടു നോക്കുക. ഭാരതൻ്റെ നാട്യം, ഭാരതനാട്യം.